അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ആമുഖം കൂടുതലൊന്നും പറയാതെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അറബിക് ഗ്രാമറിന്റെ 4ാമത്തെ ക്ലാസ്സും ടോട്ടലി ഫോക്കസ് ഓരോ ആഴ്ചയും സംവിധാനിച്ചുകൊണ്ടിരിക്കുന്ന 59ാമത് ക്ലാസ്സുമാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് നേരത്തെ നമ്മൾ അറിഞ്ഞ പോലെ അറബിക് ഗ്രാമറാണ്. നിലവിൽ ഒരുപാട് പരീക്ഷകൾ നമുക്ക് മുമ്പിലുണ്ട്. 2-3 ദിവസം കഴിഞ്ഞാൽ നെറ്റ് പരീക്ഷയായി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1-1.5 മാസം കഴിഞ്ഞാൽ കേട്ടറ്റായി. ഒരുപാട് PSC പരീക്ഷകൾ വിളിച്ചു കഴിഞ്ഞു. അതിനൊക്കെ ഉപകാരപ്പെടുന്ന അറബിക് ഗ്രാമറിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യോത്തര സെഷനായിട്ടാണ് ഈ ഒരു കുറഞ്ഞ സമയം നമ്മൾ സംവിധാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി ഇന്ററാക്റ്റീവ് ആയിരിക്കും, നിങ്ങളും കൂടെ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ച് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? ആണല്ലേ? ഓക്കെ, ഇതിലേക്ക് കിടക്കാം. 1, കെലിമത്തു മിഅ്വൽ. മിഅ്വൽ എന്ന പദം, മിഅ്വൽ എന്ന പദം ഇസ്മു മഫ്ഊൽ, ഇസ്മു സമാൻ, ഇസ്മു മക്കാൻ, ഇസ്മു ആലത്ത്. ഇസ്മു ആലത്താണ് ഒരുപാട് പേര് എഴുതിയിട്ടുള്ളത്. നോക്കാം. ശരിയാണ്, ഇസ്മു ആലത്താണ്. ആലത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണം. ഇസ്മു ആലത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണ നാമം. ഉപകരണ നാമം അറബി ഭാഷയിൽ ചില പ്രത്യേക ക്രിയകളിൽ നിന്നും ഫേലുകളിൽ നിന്നും ആ ക്രിയയെ ഉപകാരപ്പെടുന്ന ക്രിയക്ക് ഉപയോഗിക്കുന്ന നാമങ്ങൾ, ഉപകരണത്തിന്റെ നാമങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മിഫ്താഹ് അതിൽപ്പെട്ടതാണ്. ഫതഹ തുറക്കുക, തുറക്കാനുള്ള ഉപകരണം മിഫ്താഹ്. ഓക്കെ, ഇനി മിഅ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മിഅ്വൽ അറിയോ? മിഅ്വൽ ആർക്കും അറിയില്ല. അതിന്റെ അർത്ഥം പിക്കാസ് കേട്ടിക്കണോ? അത് കേട്ടിട്ടുണ്ടാവും അല്ലേ? പിക്കാസ് അറബിയിലും കേട്ടിട്ടുണ്ടാവില്ല, മിഅ്വൽ മലയാളത്തിലും കേട്ടിട്ടുണ്ടാവില്ല. അതാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാവുക. പിക്കാസ് ആണ്. ഈ പിക്കാസ് എന്നുള്ള പദം ഏതാണ്? മലയാളാണോ, അറബിയാണോ, ഇംഗ്ലീഷ് ആണോ, ഫാർസി ആണോ? ജസ്റ്റ് നോക്കുക, ഇംഗ്ലീഷ് ആണ്. പിക്കാസ്, PICKAXE, പിക്കാസ്, പിക്കാക്സ്. ഓക്കെ, പിക് ആക്സ് അല്ലേ? ഓക്കെ, പിക്കാസ്. യെസ്. അടുത്ത ചോദ്യം, കെലിമത്തു മിക്നസ. കെലിമത്തു മിക്നസ. ഓക്കെ, യെസ്. അതും ഇസ്മ ആലത്താണ്, ഉപകരണനാമാണ്. അതിന്റെ അർത്ഥം എന്താണ്? മിക്നസത്ത്. അത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഒരുവിധ ആളുകളൊക്കെ കയ്യിലെടുക്കുന്ന സാധനമാണ്. ഓക്കെ, ഷൂല്. അപ്പോ നേരത്തെ മിഅ്വൽ എന്നതാണ്, ഇപ്പൊ മിക്നസത്ത് എന്നുമാണ്. മിക്നസത്തിന്റെ ഫിഅൽ ഏതാണ്? ഇസ്മ ആലത്താണല്ലോ മിക്നസത്ത്. അതിന്റെ ഫിഅൽ ഏതാണ്? ഓക്കെ, കനസയാണ്. അടിച്ചു വരിക എന്നാണ് കനസയുടെ അർത്ഥം. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം ഇപ്പൊ നമ്മൾ കണ്ടു. ഒന്ന് മിഅ്വൽ എന്നുള്ളതും മറ്റൊന്ന് മിക്നസത്ത് എന്നുള്ളതും. മിഅ്വൽ എന്നതിന്റെ വസൻ ഏതാ? ഓക്കെ, മിഫ്അൽ. എന്നാ മിക്നസത്തിന്റെതോ? മിഫ്അലത്ത്. അപ്പൊ മിഫ്അല്, മിഫ്അലത്ത് ഈ 2 വസനുകളിൽ വന്നിരിക്കുന്നു. ഇനി വേറെ ഏതെങ്കിലും വസനിൽ ഇതുപോലെ ഉപകരണ നാമം വരുമോ? വേറൊരു നാമം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏറ്റവും ആദ്യം. ഓക്കെ, മിഫ്അല്. മിഫ്താഹ് വന്നു അല്ലെ? മിഫ്താഹ്, മിഫ്അല്. ഓക്കെ, അപ്പൊ 3 വന്നു. ഇനി ഏതെങ്കിലും ഉണ്ടോ? മിഫ്അല്, മിഫ്അലത്ത്, മിഫ്അൽ. ഓക്കെ, ഇനി ഇല്ല എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് നോക്കാം. ഇസ്മു ആലത്തുകള് ഇതാ 3 രൂപത്തിലാണ്. നമ്മൾ പറഞ്ഞ മാതിരി 3 രൂപത്തിലേ ഉള്ളൂ. ഫതഹ്തുൽ ബാബ ബിൽ മിഫ്താഹി, വാതില് ചാവി കൊണ്ട് തുറന്നു. ഓക്കെ. നശർത്തുൽ ഖശബ, മരം ഈർന്നു. നടുകൂടെ നെറുകെ പിളർക്കുന്നതിന്, മരത്തിന്റെ നെടുകെ പിളർക്കുന്നതിനാണല്ലോ ഈര എന്ന് പറയാ. ബിൽ മിൻശാരി, ഈർച്ച വാളുകൊണ്ട്. ഹറസ്തുൽ അർള, ഭൂമിയെ ഞാൻ ഉഴുതു. ബിൽ മിഹ്റാസി, മിഹ്റാസിന്റെ അർത്ഥം കലപ്പ കൊണ്ട്. കലപ്പ കൊണ്ട് ഉഴുതു. ഉഴുതുന്ന ഉപകരണമാണ് കലപ്പ. മിഫ്താഹ്, മിൻഷാർ, മിഹ്റാസ് എന്നീ 3 ഇസ്മ ആലത്തുകളും ഏത് വസനിലാണ് വന്നിരിക്കുന്നത്? യെസ്, മിഫ്ആൽ വസനിലാണ് വന്നിരിക്കുന്നത്. എന്നാ അടുത്തത് നോക്കൂ. ബറദത്തുൽ ഹദീദ ബിൽ മിബ്റദി. ഹദീദ് ഇരുമ്പ്, ഇരുമ്പിനെ ഞാൻ മൂർച്ച കൂട്ടി.
മൂർച്ചയുള്ളതാക്കി. ബിൽ മിബ്റദി മൂർച്ചയാക്കുന്ന, മൂർച്ച കൂട്ടുന്ന ഉപകരണം കൊണ്ട്. അടുത്തത് ഗസൽതു സൂഫ ബിൽ മിഗ്സലി. ഗസൽതു സൂഫ, ഗസൽ എന്ന കടയുക എന്നാണ്. ഈ പഞ്ഞി അതുപോലെ ആടിന്റെ ദേഹത്തുള്ള രോമത്തിന് എന്താ പറയാ? രോമം തന്നെ പറയണ്ടേ അല്ലേ? രോമം കമ്പിളിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന അതാണ് സൂഫ്. ആ രോമത്തെ ഞാൻ കടഞ്ഞു ബിൽ മിഗ്സലി, കടയുന്ന ഉപകരണം കൊണ്ട്. അഥവാ അതങ്ങ് കടഞ്ഞിട്ട് അതിന്മേലുള്ള നൂലല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി തനി നൂല് മാത്രമാക്കി, തൊട്ടാൽ മിനുസമുള്ള രീതിയിൽ. ഇനി കുതുൽ ജമല, ഒട്ടകത്തെ ഞാൻ തെളിച്ചു, മുന്നോട്ട് നയിച്ചു. കാതയ കുതും ബിൽ മിഖവതി, മുന്നോട്ട് നയിക്കുന്ന ഉപകരണം. അതൊരു പക്ഷെ വടിയായിരിക്കാം. ഒട്ടകത്തിനെയും പശുവിനെയൊക്കെ നടക്ക് അല്ലെ മുന്നോട്ട് പോ എന്ന് പറയാൻ, അവരുടെ ഭാഷയിൽ പറയാന് അതിന്റെ പുറകിൽ ഒരു അടി കൊടുക്കലല്ലേ? ആ അടി കൊടുക്കുന്ന വടിക്കാണ് മിഖവത് എന്ന് പറയാം. അപ്പോ ഇവിടെ ഉപയോഗിച്ച മിബറദ്, മിഗ്സല്, മിഖവത് ഇവ ഏത് വസനാണ്? മിഫ്അൽ വസനാണ്. ഇനി കനസൽ ഖാദിമു ബിൽ മിക്കനസത്തി, സേവകൻ ചൂല് കൊണ്ട് അടിച്ചു വാരി. തറക്കൽ ഹദ്ദാദു അൽ ഹദീദ ബിൽ മിത്രഖത്തി. തറക്കൽ ഹദ്ദാദു, പെരുങ്കൊല്ലൻ, ഇരുമ്പ് പണിക്കാരൻ അടിച്ചു അൽ ഹദീദ, ഇരുമ്പിനെ, ബിൽ മിത്രഖത്തി, അടിക്കുന്ന ഉപകരണമുണ്ട്. ഇരുമ്പടിക്കൽ ഏത് ഉപകരണം വെച്ചാ? ഏത് ഉപകരണം വെച്ചിട്ടാ? ചുറ്റിക. ചുറ്റിക കൊണ്ട് അടിച്ചു. ലൈഖത്തുഫിലു തഅമ, കുട്ടി ഭക്ഷണത്തെ ഊമ്പി. ബിൽ മിൽഅഖത്തി, മിൽഅഖത്തി സ്പൂണ്, ഈമ്പുക എന്ന് പറയില്ലേ? വിരല് ഈമ്പുക എന്നൊക്കെ പറയില്ലേ? ഓക്കെ. ബിൽ മിൽഅഖത്തി, സ്പൂണ് കൊണ്ട്. ഊമ്പുന്ന ഉപകരണം സ്പൂണാണല്ലോ. ഓക്കെ. മിക്കിനസത്ത്, മിത്രക്കത്ത്, മിൽഅഖത്ത്. മിൽഅഖത്താണ്, റോങ് ആണ്. ഈ മൂന്നും ഏത് വസനാണ് വന്നത്? മിഫ്അലത്ത് വസനാണ് വന്നിരിക്കുന്നത്. മിഫ്അല്, മിഫ്അല്, മിഫ്അലത്ത്. എന്നാല് ഇതിനെ മൂന്നെണ്ണാണ് വരുന്നത് എങ്കിലും ഈ മൂന്നെണ്ണം ഏതിനൊക്കെയാണ് വരിക എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേക നിയമം ഇല്ല കേട്ടോ. ഇപ്പൊ ഫഅല് യഫ്ഉൽ വസനിൽ ഇതിൽ ഏതാണ് വരിക എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പൊ മിഫ്അല് വസനിൽ ഇസ്മാലത്ത് വരിക ഏതൊക്കെ ഫീലുകൾക്കാണ്? മിഫ്അൽ വസനിൽ ഇസ്മാലത്ത് വരിക ഏതൊക്കെ ഫീലുകൾക്കാണ്? മിഫ്അലത്ത് വസനിൽ ഇസ്മാലത്ത് വരിക ഏതൊക്കെ ഫീലുകൾക്കാണ്? അങ്ങനെ ഒരു നിശ്ചിത നിയമമില്ല. മിഫ്അൽ, മിഫ്അൽ, മിഫ്അലത്ത് എന്നീ മൂന്ന് വസനുകളിലായിട്ട് പല ഇസ്മാലത്ത് ഉപയോഗിച്ച് കാണുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. അത് ഇസ്മാലത്താണെന്നാണ് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഫതഹ യഫ്തഹു ആണ് മിഫ്അൽ, മിഫ്താഹ്. എന്നാൽ എല്ലാ ഫതഹ യഫ്തഹു മിഫ്അൽ വസനിലായിരിക്കൂലേ വരിക. മാ മസ്തറു ദഹബ, ദഹബ്, ദിഹാബ്, ദുഹൂബ്, ദാഹിബ്. യെസ്, ഒരുപാട് പേര് ഉത്തരം എഴുതിയിട്ടുണ്ട്. ദിഹാബാണ് ഉത്തരം. അടുത്തത് ലഅബൽ വലദു ഡാഷ് അൽ ഔലാദ്. ലഅബൽ വലദു ഡാഷ് അൽ ഔലാദ്. ഇത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ചിലർക്ക് ഹല്ലിവല്ലി അല്ലേ? എന്ത് കൺഫ്യൂഷൻ? ഹല്ലിവല്ലി. എന്നാൽ ചിലർ ഇതുമേല് കുറച്ച് കെണിയും. ഓക്കെ, ഇനി ഉത്തരം നോക്കാൻ പോകുക. പല ഉത്തരം വന്നിട്ടുണ്ട്. ഇവിടെ എ ആണ് ഉത്തരം. യെസ്, എ ആണ് ഉത്തരം. ബി പറഞ്ഞ ആളുകളുണ്ട് അല്ലെ? ഉണ്ട്. ഇപ്പം മനസ്സിലായോ? ഇനി മനസ്സിലാവാത്ത എന്തുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്കഷൻ ആവാം. എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതെ പോകരുത്. എന്തോ നമുക്ക് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കാം. ഉണ്ടോ പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? ആയിക്കോട്ടെ. അതിന്റെ മുമ്പ് നമ്മള് ചില ആളുകൾ ബി ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ചിലപ്പോ ഒരു ഇതാണ് പരിഹൃതമാവും. അതല്ല, ഔലാദ് വന്നത് കൊണ്ട് ജം ആണല്ലോ, ജമായത് കൊണ്ട് ലഅബു എന്ന് ചെയ്തു അല്ലേ? യെസ്. എന്നാല് ഫായില് ജമ്മായിരിക്കെ ഫിഅലിനെ ജമ്മാക്കോ? നൂനിനെ കളഞ്ഞു ചെയ്തിരിക്കണം. കൈ വന്നാലല്ലേ നൂനെ കളയുള്ളൂ. അങ്ങനല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലഅബൽ ഔലാദു എന്നല്ലേ പറയാ? ലഅബു അൽ ഔലാദു പറയോ? നേരെ മറിച്ചാൽ ഔലാദുവിന്റെ ശേഷമാണ് ലഅബ പറയുന്നത് എങ്കിൽ, അഥവാ ഡാഷ് എന്നുള്ളത് അൽ ഔലാദിന്റെ ശേഷമാണ് ഡാഷ് കൊടുത്തത് എങ്കിൽ അൽ ഔലാദു ലഅബു എന്ന് പറയണം.
നേരെ മറിച്ച് ഫേൽ ആദ്യം വന്നാൽ ഫായില് പിന്നീടാണ് വരുന്നതെങ്കിൽ അവിടെ ലിംഗബന്ധാണ് ശരിയാക്കേണ്ടതുള്ളൂ. മുദക്കറ, മുഫ്രദ്, മുസന്ന, ജമ്മ ഇവ ശരിയാക്കേണ്ടതില്ല. അപ്പോ ലഇബൽ വലതു. ഓക്കെ, ഇനി 2 വലതാനി ആണെങ്കിലോ ലഇബൽ വലതാനി, അങ്ങനെ തന്നെ, മാറ്റൊന്നുമില്ല. ലഇബക്ക് മാറ്റില്ല. ഇനി 3 ആണെങ്കിലോ ലഇബൽ ഔലാദു, അതും അങ്ങനെ തന്നെ, ലഇബൽ ഔലാദു. നേരെ മറിച്ച് ഇനി ഔലാദ് ആദ്യം അല്ലെങ്കിൽ വലത് ആദ്യം കൂട്ടുക. അൽ വലതു ലഇബ. ഓക്കെ, അൽ വലദാനി എന്താ വേണ്ടത്? ലഇബാനി ഇല്ലല്ലോ, ലഇബ എന്നല്ലേ ഉള്ളൂ. മതിയാവുമ്പോ ഫല ഫല ഫാലു. ഞാൻ ഔലാദു ലഇബു. ഓക്കെ, ലഇബൽ വലതു ലഇബൽ ഔലാദു. ഓക്കെ, ആ നിലക്ക് ലഇബ റെഡിയാണ്. ഇനി വേറെ ഏതെങ്കിലും നിലക്ക് ഇത് റെഡി ആവുമോ? എന്നെ ശരിയായ ഉത്തരമായിട്ട് വരണം. എന്നാൽ ലഇബ എന്നുള്ളത് ഒരു ഫെയിലായിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. അതല്ലാത്ത നിലക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ വരും. യെസ്, ലഅബ, ലഅബ മസ്തറായിട്ട്. ലഇബ എന്നുള്ളത് ഫെയിലായിരുന്നു, ലഅബ എന്നുള്ള മസ്തറായിട്ട്. അതെങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്? യെസ്, മഫൂൽ മുത്തലക്കായിട്ട് വരും. ലഇബൽ വലതു ലഅബൽ ഔലാദി. കുട്ടി, ഒന്ന് ഞാൻ പറഞ്ഞ കേട്ടിട്ട് ചോദിക്കാം, മറ്റത് എടുത്ത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. കുട്ടികൾ കളിക്കുന്ന കളി കളിച്ചു. ലഅബൽ വലതു കുട്ടി കളിച്ചു, ലഅബൽ ഔലാദി കുട്ടികൾ കളിക്കുന്ന കളി. മഫൂൽ മുത്തലക്കായിട്ട് അതിന് ചോദിച്ചോളൂ. ലൈബൽ വലതു ലൈബൻ എന്നല്ല പറയല് മുത്തലക്കില്. ലഇബൻ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല ഔലാദ് എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കും? അല്ല ഔലാദ് പിന്നെ നമ്മള് ഒഴിവാക്കേണ്ടി വരും. അപ്പോ ലഇബൽ വലതു ലഅബൽ ഔലാദി എന്നാണ് അതിന്റെ കറക്റ്റ്. അഥവാ നമ്മൾ രണ്ടാമത് ശരിയാക്കി പറഞ്ഞ സാധനം, മഫൂൽ മുത്തലക്കായി പറഞ്ഞ സാധനമാണ് ശരിയായ ഉത്തരം. ഒന്നാമത്തെ എന്തുകൊണ്ട് തെറ്റാകുന്നു? ഒന്നുകൂടി ആഴത്തിൽ പോകുമ്പോഴാണ് ഒന്നാമത്തെ തെറ്റാണെന്ന് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ട്? ഇവിടെ 2 ജുംലയാണുള്ളത്. 2 ജുംലക്കിടയിൽ കമാലുൽ ഇത്തിസാല് വന്നിട്ടുണ്ട്, ബലാഗയാണ്. അപ്പൊ അതുകൊണ്ട് വാവ് കൊടുക്കണം. ലഇബൽ വലതു വ ലഇബൽ ഔലാദു കൊടുക്കണം. ലഇബ എന്നുള്ള ഫെയിലായി കൊടുക്കുന്നു എങ്കിൽ വ ലഇബൽ ഔലാദു അതിന്റെ വാവ് കൊടുക്കണം. അതിന്റെ വാവ് ഇല്ലെങ്കിൽ മഫൂൽ മുത്തലക്കായിട്ട് മാത്രം. ആൻസർ 2 ഘട്ടത്തിൽ എ തന്നെ വരുള്ളൂ കേട്ടോ. 2 സമയത്തും ആൻസർ എ തന്നെ വരുള്ളൂ, വേറെ ഒന്നും ആൻസർ ആയിട്ട് വരില്ല. ക്ലിയർ ആയോ? യെസ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മാ മുഅന്നസു കലിമത്ത് അസ്റഖ്. അസ്റഖ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? അസ്റഖത്ത്, സർഖത്ത്, സർഖാ, സർഖാ. ഉത്തരം നോക്കുക, വളരെ സിമ്പിൾ ആണ്. സർഖാ. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? യെസ്, നീല. സർഖാ, നീല. അടുത്ത ചോദ്യം. മിൻ അലാമാത്തിൽ ഇഅ്റാബിൽ അസ്ലിയ. അസ്ലിയായ ഇഅ്റാബിന്റെ അടയാളങ്ങളിൽ പെട്ടത്. അസ്ലിയായ അതല്ലെങ്കിൽ ഇഅ്റാബിന്റെ അസ്ലിയായ അടയാളങ്ങളിൽ പെട്ടത്. ഒന്നുകൂടി ജുംലക്ക് കണക്ഷൻ കിട്ടാൻ അങ്ങനെ പറയണം. ഓക്കെ, ഉത്തരം നോക്കാം. എ ആണ് പലരും ഉത്തരം കൊടുത്തിട്ടുള്ളത്. ശരിയാണ്. അൽ ഫത്ഹു എന്നുള്ളത് ഇഅ്റാബിന്റെ അസ്ലിയായ അടയാളാണ്. എന്നാൽ അൻ നസ്ബു, അൽ അലിഫു, ഹദ്ഫുൽ യാ ഇതൊക്കെ എന്താണ്? അൻ നസ്ബു എന്താണ്? ഫറയായ അടയാള. അലിഫ് എന്താണ്? ഫറയായ ഇറാബിന്റെ ഫറയായ അലാമത്ത്. ഹദ്ഫുൽ യാഓ അതും ഇറാബിന്റെ ഫറയായ അലാമത്ത്. നസ്ബോ? നസ്ബ് എന്താ? നസ്ബ് എന്താ? നസ്ബ്, ജറ്, ജസ്മ്, റഫ് ഇതൊക്കെ എന്താ? ഫത്ഹ് എന്താണ് നസ്ബിന്റെ? ഫത്ഹ് എന്താണ് നസ്ബിന്റെ? അലാമത്താണ്. നസ്ബിന്റെ അലാമത്ത് അഥവാ ഇറാബിന്റെ അലാമത്ത്. അപ്പൊ നസ്ബ് എന്താ വരിക? ഫത്ഹ് എന്നത് ഇറാബിന്റെ അലാമത്ത് അഥവാ നസ്ബിന്റെ അലാമത്ത് അല്ലേ? യെസ്, ഇറാബ്. നസ്ബ് ഇറാബ്. സംശയം എന്താ? നസ്ബ്, ജറ്, റഫ്, ജസ്മ് ഇതൊക്കെ ഇറാബ്. ഫത്ഹ്, ലമ്മ്, കസ്റ്, സുക്കൂൻ ഇതൊക്കെ അലാമത്ത്. അത് അസ്ലി അലാമത്ത്. പിന്നെ അലിഫ്, വാവ്, പിന്നെ യാ, സുബൂത്ത്, ഹദ്ഫ് ഇതൊക്കെ പറയ അലാമത്തുകൾ. ക്ലിയർ ആയോ? യെസ് ആയി. ഓക്കെ, അടുത്ത ചോദ്യം.
മിൻ അദവാത്തിൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിന്റെ അദാത്തുകളിൽ പെട്ടത് മത ഹൈസു അല്ലദീ ഇദാ, മത ഹൈസു അല്ലദീ ഇദാ. ഓക്കെ, ഇസ്തിഫ്ഹാമിന്റെ അദാത്ത് ഒന്നേ ഉള്ളൂ, അത് എ ആണ്, എല്ലാവരും ഉത്തരം ചെയ്തിട്ടുണ്ട്. ഇനി ഹൈസു എന്താ സാധനം? ഹൈസു ലർഫാണ്. യെസ്, ലർഫാണ്, സ്ഥലം എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. ലർഫാണ്, ലർഫ് മക്കാനാണ്. അല്ലദിയോ മൗസൂല്, അല്ലതി. വേറെ ഏതെങ്കിലും ഇസ്മ മൗസൂലുകൾ അറിയോ? അല്ലദീന, അല്ലാത്തി. ഓക്കെ, ഇനി ഇതാ എന്നുള്ളതോ? ഇതാ ജാ റമളാൻ, റമളാൻ വന്നാൽ, റമളാൻ വരുന്ന സമയത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി കിട്ടുമല്ലോ എന്താന്നുള്ളത്. ലർഫ്, ഇതാ എന്നുള്ളത് ലർഫാണ്, ഇതാ എന്നുള്ളത് ലർഫാണ്. റമളാൻ വരുന്ന സമയത്ത്, റമളാൻ വന്നാൽ എന്ന് പറഞ്ഞാൽ റമളാൻ വരുന്ന സമയത്ത്. അടുത്തത് മാ ഫിഅലുൽ അംരി മിൻ വഫാ, വഫാ എന്നതിന്റെ അംറുഫീൽ എന്താണ്? ഔഫി, ഫി, വാഫി, വഫി. വഫിഹി തബ്ജീല, നമ്മള് സുപരിചിതമായി കേട്ടുകൊണ്ടിരിക്കുകയും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് വഫി. ഓക്കെ, അതിലൊരു ഓപ്ഷനാണ്. ഓക്കെ, ഒരുപാട് ആളുകള് കാഴ്ചക്കാരെ നിൽക്കുന്നുണ്ടോ സംശയമുണ്ട്. ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ പെട്ടെന്ന് ആലോചന തീർക്കി. യെസ്, മാ ഫിഅലുൽ അംരി ബിൻ വഫാ, വഫായ ഫി, ഫി, ഫി എന്ന് പറഞ്ഞാൽ ഫി, ഫി എന്നുള്ളത് അർത്ഥമുള്ള ഒരു പദമാണ്, അർത്ഥമുള്ള ഒരു പദമാണ്, അർത്ഥമുള്ള പദമാണ്. ഫി ഒറ്റ ഹർഫേ ഉള്ളൂ, അർത്ഥമുണ്ട്. വഫായ ഫി, ഫി. ഇതുപോലെ വേറെ ഏതെങ്കിലും പദങ്ങൾ നിങ്ങൾക്ക് അറിയോ ഈ ഒറ്റ ഹർഫുണ്ട് അമ്രാക്കാൻ പറ്റുന്ന? പിന്നെയോ ഹി, ഹി എന്നുള്ള സാധനം, ഹി. അതിന്റെ ഫീൽ എന്തായിരിക്കും? ഫി അമ്രാണെന്നുണ്ടെങ്കിൽ വഫാ, ഹി അമ്രാണെന്നുണ്ടെങ്കിൽ വഖാ. ഹി, ഹി എന്ന് പറഞ്ഞാൽ ഹാ, മറ്റേ കണ്ണുള്ള ഹാ ഉണ്ടല്ലോ. ഹി അമ്രാണെന്നുണ്ടെങ്കിൽ വഹാ. പിന്നെ അതാ വന്നിരിക്കുന്നു, അതിന്റെ അമ്ര എന്താ വരിക? അതിനൊക്കെ പറയുമ്പോ ശരിക്കത് മഖറജിന്ന് പോന്നോട്ടെ കേട്ടോ. അറബികളൊക്കെ ഉച്ചരിക്കുന്നത് കാണും, എന്ത് സുന്ദരമായിട്ട് അവർ ഉച്ചരിക്കാൻ അറിയാം. നമ്മളിഞ്ഞ് കെട്ടി മറിഞ്ഞ് എടങ്ങാറായി ഉച്ചരിച്ചാലും അതതിന്റെ തനിമയോടെ കിട്ട് വരൂല. കുറെ തൊണ്ടിട്ട് ആർക്കുക എന്നല്ലാതെ സാധനങ്ങൾ വരൂല. അത് പരമാവധി അറബി വായിക്കുമ്പോഴൊക്കെ മഖർജിൽ നിന്നാണ് വരിക. ഒരു 2-3 മാസമൊക്കെ അതിൻ്റെതായ ഒരു ഇടങ്ങേറും തൊണ്ടവേദന ഒക്കെ ഉണ്ടാവും ചിലപ്പോ. അതാണ് റെഡി ആയിക്കോളും. പിന്നെ ഏതായാലാട്ടെ, ജറസുൽ മദീനത്തി ഡാഷ് കബീറത്തുൻ, കബീറുൻ, കുബ്ര, കിബാർ. ഓക്കെ, കബീറാണ്. ജറസുൽ മദീനത്തി കബീറുൻ. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, നമുക്ക് പോകാം. അതൊന്ന് സർ പറഞ്ഞുതരുമോ? സ്കൂളിലെ ബെല്ല് വലുതാകുന്നു എന്നാണ്. സ്കൂളിലെ ബെല്ല് വലിയതാണ്. കബീർ എന്നുള്ളതാണ് മുദക്കറായ രൂപത്തിലുള്ളതാണ് ആക്കിയത്. അത് എന്തുകൊണ്ടാണ് ആക്കിയത് അങ്ങനെ വന്നത്? ജറസ് മുദക്കറായതുകൊണ്ട്. മദ്രസയുടെ ജറസ് ബെല്ലാണല്ലോ വലുത്, മദ്രസ അല്ലല്ലോ വലുത്. ഓക്കെ, അടുത്തത് സല്ലൻ നാസു ഡാഷ് അൽ ഇമാം ഇഖ്തർ ളർഫ മക്കാനിൻ മുനാസിബ്. ഉചിതമായ ലർഫ് മക്കാൻ കണ്ടെത്തുക, സെലക്ട് ചെയ്യുക. ഉചിതമായ ലർഫ് മക്കാൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഹൽഫൽ ഇമാമി, എല്ലാരും അതന്നെയല്ലേ ചെയ്തിട്ടുള്ളത്? യെസ്, ബി എന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അർത്ഥം എന്ത് വരും? ഇമാമിന്റെ പിറകിൽ. ഓക്കെ, ഈ പിറകിൽ എന്നുള്ളതുമായി ബന്ധപ്പെട്ട അതിന്റെ അഹവാത്തുകളായ ലർഫുകൾ ഏതൊക്കെയാണ്? മുന്നിൽ, അമാമി മുന്നിൽ, പിന്നെ യമീന്, ഷിമാല്, യമീന് ഷിമാൽ, പിന്നെ വറാൽ, ബൈന ഇടയിൽ. ബൈന ലർഫ് മക്കാനായിട്ട് എപ്പോഴും വരുമോ? നമ്പറിന്റെ ഇപ്പൊ പള്ളിയുടെയും ബിൽഡിങ്ങിന്റെ ഇടയിൽ എന്ന് പറയുമ്പോ ഓക്കെ, അതല്ലാതെ വരൂലേ? 2 പേർക്കും ഇടയിൽ വലിയ 2 സെയ്ദിനും
അംറിനും ഇടയിലുള്ള വ്യത്യാസം എന്ത്? അങ്ങനെ വെക്കുമ്പോൾ അത് മക്കാനായില്ല. ഹിലാല് വരുമോ സാറേ? ഏതാണ്? ഹിലാല്. ഹിലാല. ഇടയിൽ, ഉള്ളിൽ, ഹിലാല. ഒരു മാസത്തിനുള്ളിൽ എന്നൊക്കെ പറയുമ്പോ ഹിലാല ഷഹർ. ഹിലാല ഷെഹർ, ഒരു മാസത്തിനുള്ളിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. അർത്ഥം നോക്കിയിട്ട് വരേണ്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അവസാനത്തെ 1-2 ചോദ്യം കൂടി. ഇസ്മുൻ യദുല്ലു അലാ ഫിഅലിൻ ഔ ഹദസിൻ മുജറദിൻ അനി സമാനി യുസമ്മ. ഒരു കാലം ഒന്നും ഇല്ലാതെ ഒരു ക്രിയ മാത്രം. അത് ഏതാണ് സാധനം? ഓക്കെ, മസ്തറാണ്. അപ്പോ റഹബയുടെ മസ്തർ ദിഹാബ്, പോക്ക്, പോക്ക് വരവ് എന്നുള്ളതിൽ പോക്ക്, പോകൽ. അപ്പൊ അതിന് നാളെ പോയി, ഇന്ന് പോകും, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് അർത്ഥം ഇല്ലല്ലോ. ഓക്കെ, അടുത്തത് അവസാന ചോദ്യമാണ് കേട്ടോ. 5 ജുമൽ ഔ 4 അജവിബ, ഇതിൽ ഏതാണ് ശരി? 4 ഉദാഹരണങ്ങൾ, 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഒരു ആളുകളൊക്കെ ഡി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം. 5 ജുമൽ വർബഅതു അജ്വിബ. ഓക്കെ, അതിൽ എയും ബിയും സിയും എല്ലാ ഓപ്ഷനുകളും ഉണ്ട് അല്ലേ? ആരെയും പിണക്കിയിട്ടില്ല. അതാണ് നന്നായിക്കണേ. ഏതായാലും ഡി ആണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കണല്ലോ. എന്തുകൊണ്ട് തെറ്റായി? ജുമലിന്റെ മുഫ്രദ് ജുംലത്താണ്, പക്ഷെ ഹംസത്ത് പറ്റില്ല. യെസ്, ജുമല എന്നുള്ളത് ഇതൊരു പോയിന്റ് പറഞ്ഞുണ്ട്, ക്ലിയർ ചെയ്ത് വരിക്കാരം. ജുമല് എന്നുള്ളത് ബഹുവചനമാണ്. അതിന്റെ ഏകവചനം ജുംലത്ത് എന്നതാണ്. അപ്പൊ ജുംലത്ത് എന്നുള്ള ഏകവചനം ഒന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഹംസ് 5 എന്നുള്ള സംഖ്യ മുദക്കറായിരിക്കണം. ഹംസ് ജുമൽ. അതുപോലെ തന്നെ ഇതിപ്പോ അജവിബത്തിന്റെ ഏകവചനം ജവാബാണ്. ജവാബ് എന്നുള്ള മുദക്കറാവുമ്പോ അർബഅത്ത് എന്നാവും വേണം. രണ്ടാമത്തേൽ എന്താ പ്രശ്നം? ഒന്നാമത്തതിന് പ്രശ്നങ്ങളൊന്നുമില്ല, ശരിയാണ്. പക്ഷെ അർബഅത്തു അജ്വിബത്ത് എന്നാ വേണ്ടത്. അജ്വിബത്തിന്റെ മുഫ്രദ് ജവാബാണ്. അപ്പൊ അതുകൊണ്ട് അർബഅത്ത് എന്നുള്ള മുന്നത്താക്കി പറയണം. മൂന്നാമത്തതിലോ ഇവിടെ തന്നെ പ്രശ്നമാണ്, ഇവിടെ തിരക്കിടില്ല. 4ാമത്തെ ഓപ്ഷനാണ് രണ്ടും ശരിയായതുള്ളൂ. ഓക്കെ 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 എന്നാ സെഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ശുക്രൻ. അടുത്ത ആഴ്ച പുതിയ വിഷയവുമായി വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.